ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജു പ്രഭ. രോഗപ്രതിരോധമാണ് ചികിത്സയേക്കാൾ മികച്ചതെന്നും വ്യക്തിപരമായ പ്രയോജനങ്ങൾക്ക് പുറമെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് മേലുള്ള ഭാരം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആയുർവേദം, യോഗ, ആയുഷ് സംവിധാനങ്ങൾ എന്നിവ ചികിത്സയ്ക്കുമപ്പുറം ആരോഗ്യ സംരക്ഷണത്തിന്റെ സമഗ്ര ശാസ്ത്രമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ വിദർഭയിൽ ആയുഷ് മന്ത്രാലയം സംഘടിപ്പിച്ച ദേശീയ ആരോഗ്യമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീമതി മുർമു. ഭക്ഷണക്രമം, ദിനചര്യ, രോഗപ്രതിരോധം എന്നിവയ്ക്ക് ശാസ്ത്രീയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ആയുർവേദം നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് തുടക്കമായി. 2 ദിവസത്തെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഇസ്രായേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ആഗോള പ്രാദേശിക തലത്തിലെ മറ്റ് സുപ്രധാന വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. ഇസ്രായേൽ പാർലമെന്റ് നെസറ്റിനെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. നെസറ്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് ശ്രീ നരേന്ദ്രമോദി. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും പ്രധാനമന്ത്രി നാളെ കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേലിലെ ഇന്ത്യൻ വംശജരെയും അദ്ദേഹം നാളെ അഭിസംബോധന ചെയ്യും. ആയുർവേദം മികവാർന്ന വൈദ്യശാസ്ത്ര മേഖലയായി നിലകൊള്ളുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ കല്യാട് 1ാം ഘട്ടം പൂർത്തിയായ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആയുർവേദ രംഗത്തെ മറഞ്ഞുകിടക്കുന്ന അറിവുകൾ മുഴുവനായും ശേഖരിക്കാനാവണമെന്നും പഴയ വൈദ്യകുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള അറിവിന്റെ അക്ഷയഖനിയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 200 കോടി രൂപ ചിലവഴിച്ചാണ് കല്യാട് 100 കിടക്കകളോടുകൂടിയ ഗവേഷണ ആശുപത്രിയും താളിയോല പഠന കേന്ദ്രവുമടക്കം സജ്ജമാക്കിയിരിക്കുന്നത്. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി ജിജിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം സന്നദ്ധത അറിയിച്ചു. കരൾ, വൃക്ക, ഹൃദയം, പാൻക്രിയാറ്റിക് ഗ്രന്ഥി, കോർണിയ എന്നീ അവയവങ്ങളാണ് ദാനം ചെയ്യുക. ഞായറാഴ്ചയുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇന്നലെയാണ് മരണം സ്ഥിരീകരിച്ചത്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ക്ലർക്കായി ജോലി ചെയ്യുകയായിരുന്നു ജിജിൻ. സബ്സിഡി സാധനങ്ങളുടെ സ്റ്റോക്ക് ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച വരുത്തിയ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് സപ്ലൈകോ. പറക്കോട്, മാവേലിക്കര, നെയ്യാറ്റിൻകര ഡിപ്പോകളിലെ മാവേലി കസ്റ്റോഡിയൻ തസ്തികയിലെ ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ മാസത്തെ വിൽപ്പനയ്ക്കായി സബ്സിഡി സാധനങ്ങളുടെ ആവശ്യകത അറിയിക്കാൻ കഴിഞ്ഞ മാസം കേന്ദ്ര കാര്യാലയം ഡിപ്പോകളോട് ആവശ്യപ്പെട്ടിരുന്നു. ജീവനക്കാർ സബ്സിഡി സാധനങ്ങൾക്ക് ആവശ്യകത ഇല്ല എന്ന് അറിയിക്കുകയും സാധനങ്ങൾ സ്റ്റോക്ക് ഇല്ലാതെ വിതരണം തടസ്സപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ സാമൂഹിക ഉൾച്ചേർക്കൽ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത രാജ്യത്തെ ആദ്യ മാതൃക സംയോജിത പുനരധിവാസ ഗ്രാമത്തിന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ തുടക്കമാകുന്നു. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒന്നിച്ച് താമസിക്കാനും എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ശിലാസ്ഥാപനം നാളെ മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. കേരളത്തിൽ ഏറ്റവുമധികം ഭിന്നശേഷിക്കാരുള്ള ജില്ല എന്ന പരിഗണനയിലാണ് മലപ്പുറത്തെ ആദ്യ ഗ്രാമത്തിനായി തിരഞ്ഞെടുത്തത്. ലക്ഷദ്വീപ് ഭരണകൂടം എല്ലാ ബുധനാഴ്ചകളിലും നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്ന നോ വെഹിക്കിൾ ഡേ ഉത്തരവ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ താൽക്കാലികമായി നിർത്തിവച്ചതായി അറിയിച്ച് ലക്ഷദ്വീപ് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. കൽപ്പേനി ദ്വീപ് സ്വദേശി പ്രസ്തുത ഉത്തരവിനെ ചോദ്യം ചെയ്ത് കേരള ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതിയിലും ദ്വീപ് ഭരണകൂടം ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകിയിരുന്നു. കേസ് അടുത്ത മാസം 16-ന് ഹർജിയിൽ കോടതി വീണ്ടും വാദം കേൾക്കും. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയുടെ ശിലാസ്ഥാപനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ ഉദ്ഘാടനം ചെയ്യും. വയനാട് MP പ്രിയങ്ക ഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കും. ചൂരൽമലയിലെ 40 കെട്ടിട ഉടമകൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം കൈമാറും. സംസ്ഥാനത്തെ വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ കഴിവും ഉൽപാദനക്ഷമതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നൽകുന്ന തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി വി ശിവൻകുട്ടി മറ്റന്നാൾ വിതരണം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.